ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം നമുക്ക് അധികം കെമിക്കൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ കെയർ ടിപ്പാണ്, ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് സ്ക്രബായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഉണ്ടാവുന്ന തരിതരിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിലാണ് കേട്ടോ നിൽക്കുന്നത്. അതാണ് റൂമിൽ നല്ല മഴയാകാൻ വെളിച്ചക്കുറവുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫോണിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഫോണിൻ്റെ കണിക്കുറ്റൊക്കെ ഇളകി അത് തകിട് പൊടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റാഗി വെച്ചിട്ടാണെന്ന് ചെയ്യാൻ പോണത്. റാഗി എന്ന് പറയുമ്പോൾ ഒരു കെമിക്കലില്ലാത്തൊരു അടിപൊളി സംഭവമാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ സ്കിന്നിൻ്റെ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ അടിപൊളിയാണ്. ഒരുവിധ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ റാഗിക്ക്. അപ്പം നിങ്ങൾക്ക് പറ്റണ പോലെ ഒന്നല്ലെങ്കിൽ മിൽക്കിലോ അല്ലെങ്കിൽ തൈരിലോ നമുക്ക് റാഗി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പേടിച്ചു പോയി ഞാൻ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കാനും പുട്ടുണ്ടാക്കാനൊക്കെ വാങ്ങണ റാഗിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി കിടുക്കാച്ചി ഫേസ് പാക്കാണ് കേട്ടോ. ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം, ബോയ്സിനും ഗേൾസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇത് ഒരു 15 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. പിന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഇപ്പോൾ സ്കിന്നിന് വല്ല അലർജി ഒക്കെ ഉള്ള ആൾക്കാരാണ്, ഒന്നും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റാഗിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൈരാണ് ആഡ് ചെയ്യണത്. ഇനി പച്ചപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. എനിക്ക് തൈര് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡ്രൈനെസ്സാണ് സ്കിന്നൊക്കെ. അപ്പോൾ എന്നും ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ടെങ്കിലും സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തൈരാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മുഖം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ല, കുറച്ച് ഓയിലി പോലെ ഇരിക്കില്ല. അത് കാരണമാണ് ഞാൻ തൈര് ആഡ് ചെയ്യുന്നത്. ഞാൻ പാലാണ് ആദ്യം ചെയ്തിരുന്നത് കേട്ടോ. മിൽക്ക് വെച്ചിട്ടാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെയായ കാരണം, ഡ്രൈനെസ് കൂടുതലുള്ള കാരണമാണ് കേട്ടോ തൈര് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തൈര് പറ്റാത്തവർക്ക് ഇത് പറഞ്ഞ പോലെ പാൽ ആഡ് ചെയ്യാം. അപ്പോൾ പാൽ ആഡ് ചെയ്യുമ്പോൾ പച്ചപ്പാലും വേണമെങ്കിൽ തിളപ്പിച്ച പാൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാനതിലൊരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക. അപ്പോൾ എൻ്റെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ആഴ്ചയിൽ നമ്മൾ നമ്മുടെ സേഫ്റ്റി പിൻ വെച്ചിട്ടൊക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇളക്കി കളയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആയ കാരണം മാത്രം ഞാൻ അങ്ങനെ ഹാർഡായിട്ടുള്ളൊന്നും മുഖത്ത് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത്, പെട്ടെന്ന് എന്നാൽ അത് പോവും ചെയ്യണം, അങ്ങനെയുള്ളൊരു റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ആണുങ്ങൾക്കും ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നേക്കാളും മുന്നേ നമുക്ക് മുഖത്ത് വേണമെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ മുഖമൊക്കെ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. അത് കാരണം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തൈര് അല്ലെങ്കിൽ പാലാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മസാജോ മറ്റോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഓയിലാണ് ഇപ്പോൾ കുറച്ച് ആളായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കുട്ടികൾക്കും എനിക്കും കൂടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞു, ഇനി രണ്ടാമത് ഉണ്ടാക്കാറായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ഞാൻ മുന്നേ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എണ്ണയുടെ ഉണ്ടാക്കണ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിരിക്കും. അപ്പം ഞാൻ ക്യാരറ്റ് ഓയിൽ എടുത്തിട്ട് നന്നായി മൂക്കിൻ്റെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഉള്ളതൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ഓയിൽ ലിപ്പുമ്പോൾ പറ്റുന്നതും ഭയങ്കര നല്ലതാണ് കേട്ടോ. എൻ്റെ ലിപ്സൊക്കെ ഭയങ്കര കറുത്തിട്ടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നിറം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ സ്കിന്നിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തും ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്യുക. എങ്കിലാണ് നമ്മൾ ആ പറ്റി കൊടുക്കണ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായി അബ്സോർബ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു ഓയിലായിക്കോട്ടെ നമ്മുടെ സ്കിന്നിൽ പറ്റുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഹെയറിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം നമ്മുടെ പിരികത്തിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ ഈ ഇതുണ്ട്, എന്താ പറയുക, നെറ്റിയുമൊക്കെ വൈറ്റ് ഹെഡ്സ് ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഫേസ് പാക്ക് ഇടണോണ്ട് ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ആ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫേസ് പാക്കിൽ ഇരുന്നൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് ആ റാഗി പാലിലൊക്കെ അലിഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ഒരു സ്ക്രബിങ് എഫക്റ്റ്. അപ്പോൾ നമ്മൾ പതുക്കെ സ്ക്രബ് ചെയ്യണം നമ്മുടെ സ്കിന്നിൽ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ സ്കിൻ ഡാമേജ് ആവുക, അല്ലെങ്കിൽ അത് ഏതൊരു കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ ഇടുമ്പോൾ നമ്മൾ പതുക്കെ വേണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനായിട്ട് എന്താ പറയുക സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കഴുത്തിലൊക്കെ ഇടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഇടണുള്ളൂ, കാരണം ഞാനിത് കുളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് ഈ ഒരു പാക്ക് കൈമീൻ കാലുമൊക്കെ പറ്റാനായിട്ട്. കാരണം ഈ സമയമായി കാരണം ഞാൻ എന്താ പറയുക എണ്ണ തേച്ച് കുളി ഉണ്ട്. അത് കാരണം സോപ്പിൻ്റെ പകരം ഇടാനായിട്ട് കൈമീൻ കാലുമൊക്കെ ഇടാനായിട്ട് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അത് കാരണമാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കഴുത്തിൽ ഇത്രയ്ക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. നല്ലതാണ് കേട്ടോ, നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും അതുപോലെ വല്ല എന്താ പറയുക മുരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനൊക്കെ ഭയങ്കര ബെസ്റ്റാണ്. ഇതങ്ങനെ ഒരുപാട് വെളുക്കാൻ തേക്കണ ഒരു സംഭവം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കുറച്ചാൾ യൂസ് ചെയ്യുമ്പോൾ മങ്ങിപ്പോവാനൊക്കെ ഭയങ്കരമായിട്ട് നല്ലതാണ്. എനിക്ക് നല്ല റിസൾട്ടുള്ളൊരു പാക്കായ കാരണമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. റാഗിപ്പൊടിയും പാലും മിക്സ് ചെയ്യുക, പറ്റുക, കഴുകിക്കളയുക. കുറച്ച് കഴിയുമ്പോൾ കഴുകിക്കളയുന്ന സമയത്ത് നന്നായി ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അത് നമുക്ക് വീക്കിലി 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. അടുപ്പിച്ച് യൂസ് ചെയ്യരുത്. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ഹെഡ്സ് ഉള്ളിടത്തൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ കുളിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് കാട്ടിത്തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് കുരുക്കൾ വന്ന പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഭയങ്കര നല്ല പാടുകളായിരുന്നു കേട്ടോ. ഇപ്പം നല്ല രീതിക്ക് കുറവായിട്ടുണ്ട്. നമ്മുടെ മൂക്കൊക്കെ കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാക്ക് ഇടാനായിട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണാം.